ഇന്ന് ഭീതിയോടെ ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. അവിടെ കേവലം മിസൈലുകൾ മാത്രമല്ല പൊട്ടിത്തെറിക്കുന്നത്, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഊർജ്ജ യുദ്ധമാണ് നടക്കുന്നത്. ഈ യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദു സൗത്ത് പാഴ്സ് എന്നറിയപ്പെടുന്ന ഗ്യാസ് ഫീൽഡാണ്. എന്താണ് ഈ സൗത്ത് പാഴ്സ് എന്നും എന്തുകൊണ്ടാണ് ഖത്തറിനെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതെന്നും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങൾ എത്രത്തോളം നീതിയുക്തമാണെന്നും നാം പരിശോധിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഈ സൗത്ത് പാഴ്സ്? എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമാണ് സൗത്ത് പാഴ്സ്. പേർഷ്യൻ ഗൾഫിൽ ഇറാനും ഖത്തറിനും ഇടയിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പകുതിയോളം ഇറാന്റെ അധീനതയിലാണ്. അതിനെയാണ് സൗത്ത് പാഴ്സ് എന്ന് ഇറാൻ വിളിക്കുന്നത്. ബാക്കി പകുതി ഖത്തറിന്റെ അധീനതയിലും. അതിനെ നോർത്ത് ഫീൽഡ് എന്ന് ഖത്തറും വിളിക്കുന്നു. ലോകത്തിലെ ആകെ പ്രകൃതിവാതക ശേഖരത്തിന്റെ ഒരു വലിയ ശതമാനം ഇവിടെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്മേലുള്ള നിയന്ത്രണം എന്നാൽ ലോക ഊർജ്ജ വിപണിയുടെ താക്കോൽ കൈവശം വെക്കുക എന്നുകൂടിയാണ് അർത്ഥം. എന്താണപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നവും ഇറാന്റെ പ്രകോപനവും? യുദ്ധത്തിന്റെ 20ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയുടെ വിലക്ക് ലംഘിച്ച് ഇസ്രയേൽ ഇറാന്റെ ഭാഗത്തുള്ള സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിന് നേരെ അതിശക്തമായ ആക്രമണം നടത്തി. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലൊടിക്കുക എന്നതായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യം. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ ഖത്തറിന്റെ ഭാഗത്തുള്ള LNG കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചത്. ഖത്തർ അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായതിനാലും ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതിക്കാർ ആയതിനാലും ഖത്തറിനെ അടിക്കുക വഴി അമേരിക്കയെയും ലോക വിപണിയെയും സമ്മർദ്ദത്തിലാക്കാമെന്ന് ഇറാൻ കരുതി. എന്നാൽ നിരപരാധിയായ ഖത്തറിനെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് ട്രംപിന്റെ താക്കീത്. ഖത്തറിനെ വീണ്ടും ആക്രമിച്ചാൽ ഇറാന്റെ ഭൂപടത്തിൽ നിന്ന് സൗത്ത് പാഴ്സിനെ തന്നെ തുടച്ചു നീക്കുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ഭീഷണി മുഴക്കിയത്. ഇറാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ശക്തി ഉപയോഗിച്ച് ആ ഗ്യാസ് ഫീൽഡ് ഞങ്ങൾ പൊട്ടിത്തെറിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേവലം ഒരു ഭീഷണിയായല്ല, മറിച്ച് ഒരു രാജ്യത്തെ ആകെ ഇരുട്ടിലാക്കാനുള്ള ആഹ്വാനമായാണ് ആഗോള ലോകം കാണുന്നത്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ തനിക്ക് പങ്കില്ലെന്ന് പറയുമ്പോഴും ഇസ്രയേലിന്റെ സഹായമില്ലാതെ തന്നെ ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ട്രംപ്. ഇവിടെയാണ് നാം ഗൌരവകരമായ ഒരു ചോദ്യം ചോദിക്കേണ്ടത്. ഒരു പരമാധികാര രാഷ്ട്രമായ ഇറാന്റെ നേതാക്കളെയും ജനങ്ങളെയും യാതൊരു തെളിവുമില്ലാതെ വധിക്കുന്നതും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കുന്നതും എങ്ങനെ നീതീകരിക്കാൻ കഴിയും? അമേരിക്കയും ഇസ്രയേലും ചെയ്യുന്നതിനെ പ്രതിരോധമെന്ന് വിളിക്കുകയും ഇറാൻ തിരിച്ചടിക്കുമ്പോൾ അതിനെ ഭീകരവാദമെന്ന് മുദ്രകുത്തുകയും ചെയ്യുന്നതിലെ ഇരട്ടത്താപ്പ് ലോകം കാണുന്നുണ്ട്. തെളിവുകളുടെ അഭാവത്തിൽ പോലും ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ വധിക്കാൻ ഉത്തരവിടുന്നതും സ്പെഷ്യൽ ഫോഴ്സിനെ അയക്കുന്നതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം കൂടിയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതാണോ? ഒരിക്കലുമല്ല. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടെയുള്ള ഭരണാധികാരികളെ വധിക്കാനും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടെയുള്ള ഭരണാധികാരികളെ വധിക്കാനും മറ്റൊരു രാജ്യത്തിനും അവകാശമില്ല. തെളിവുകളില്ലാതെ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ച് ഒരു ജനതയാകെ പട്ടിണിയിലേക്കും മരണത്തിലേക്കും തള്ളിവിടുന്ന ഈ യുദ്ധതന്ത്രം മനുഷ്യത്വ വിരുദ്ധം കൂടിയാണ്. ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ അക്രമാസക്തമെന്ന് ട്രംപ് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇറാനെതിരെ അതിനേക്കാൾ വലിയ സ്ഫോടനം നടത്തുന്ന ട്രംപിന്റെ ഭീഷണി നീതിയുക്തമാണോ? പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം പരിഹരിക്കപ്പെടണമെങ്കിൽ ആയുധങ്ങളല്ല, മറിച്ച് ചർച്ചകളാണ് വേണ്ടത്. എന്നാൽ സ്വന്തം താൽപര്യങ്ങൾക്കായി മേഖലയെ മൊത്തം കരിച്ചുകളയാൻ തയ്യാറായി നിൽക്കുന്ന വൻശക്തികൾക്ക് മുന്നിൽ സാധാരണക്കാരായ ജനങ്ങൾ നിസ്സഹായരാണ്. ഖത്തറിന്റെ LNG കേന്ദ്രങ്ങൾ വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ അത് ലോകത്തെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്കും ഒരുപക്ഷെ 3ാം ലോക മഹായുദ്ധത്തിലേക്കും വരെ നയിച്ചേക്കാം. വാശിയും പ്രതികാരവും മാറ്റി നിർത്തി സമാധാനത്തിന്റെ വഴി തേടിയില്ലെങ്കിൽ വരാനിരിക്കുന്ന സ്ഫോടനത്തിൽ ചാരമാവുക പശ്ചിമേഷ്യൻ മണ്ണിലെ ലക്ഷക്കണക്കിന് നിരപരാധികളായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല.